എന്റെ വളരെ അടുത്ത സുഹൃത്തായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് ഒരിക്കൽ എന്നോട് മനസ്സ് തുറന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് കോൾ ചെയ്യുന്നു, ഒരുപാട് ഫോളോ അപ്പ് ചെയ്യുന്നു, അവസാനം എനിക്ക് കിട്ടുന്നത് നോയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ബെഗ് ചെയ്യുന്നത് പോലെയാണ്. ഇത് അദ്ദേഹത്തിന്റെ മാത്രം വേദനയല്ല, പല ഹെൽത്ത് ഇൻഷുറൻസ് കേരളത്തിലെ ഒട്ടുമിക്ക ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റിന്റെയും വേദനയാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റായ നിങ്ങൾ എത്ര തവണ ക്ലയന്റിനെ ചേസ് ചെയ്തിട്ടുണ്ട്? ഫോൺ കോളിലൂടെ, വാട്സപ്പ് മെസ്സേജിലൂടെ, ഡയറക്റ്റ് വിസിറ്റിലൂടെ 90% നിങ്ങളുടെ ടൈം വേസ്റ്റ്. അവർ പറയുന്നു നോട്ട് ഇൻട്രസ്റ്റഡ്. ഒരു തവണ അല്ലെങ്കിൽ 2 തവണ, പക്ഷെ എല്ലാ ദിവസവും റിജക്ഷൻ. ഇതിനെയാണ് ഇമോഷണൽ ബേൺ ഔട്ട് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ക്ലയന്റിന്റെ ഒരു പ്രശ്നമല്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന മെത്തേഡിന്റെ പ്രശ്നമാണ്. ഇന്നത്തെ കാലത്ത് ക്ലയന്റ്സ് വിശ്വസിക്കുന്നത് അവരെ ചേസ് ചെയ്യുന്ന ആൾക്കാരെ, മറിച്ച് വിസിബിൾ ആയിട്ട് കാണുന്നവരെ, ഓൺലൈൻ വിസിബിലിറ്റി ഉള്ളവരെയാണ് ക്ലയന്റ്സ് ഇന്ന് ട്രസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത്. ഡിജിറ്റൽ പ്രസൻസ് ഉണ്ടെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയന്റ്സ് നിങ്ങളെ തേടി വരും. നിങ്ങൾ ഇടുന്ന എഫേർട്ട് അത് തന്നെയായിരിക്കും, പക്ഷെ റിസൾട്ട് വ്യത്യാസമായി. കാരണം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളല്ല, നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു സിസ്റ്റമാണ്. ഇതുപോലുള്ള തോട്ട് പ്രൊവോക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത കണ്ടന്റുകൾ ചെയ്യാനുള്ള ഞങ്ങളുടെ എനർജി എന്നത്. ഇതുപോലുള്ള അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ അനുഭവം ഇവിടെ കമന്റായി രേഖപ്പെടും.